നാളെ രാവിലെ ആധുനിക സംവിധാനങ്ങൾ എത്തിച്ച് തെരച്ചിൽ കാര്യക്ഷമമായി നടത്തുമെന്ന് കാർവാർ എം.എൽ.എ. സതീഷ് കൃഷ്ണസേൻ പറഞ്ഞു. അർജുനായുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ 8ാം ദിവസവും വിഫലമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി അങ്കോലയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷഫീഖ്, 8ാം ദിവസത്തെ തെരച്ചിൽ ഇന്നിപ്പോൾ അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എം.എൽ.എ. എന്തൊക്കെ കാര്യങ്ങൾ ഈ തെരച്ചിൽ സംബന്ധിച്ച് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതികൂലമായ കാലാവസ്ഥ കാരണം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നതാണ്. അടിയൊഴുക്ക് വളരെ ശക്തമാണ്, നിർത്താതെ പെയ്യുന്ന മഴയാണ്. അത് കാരണം പുഴയിലുള്ള ഇന്നത്തെ തെരച്ചിൽ തുടരാവാത്ത സാഹചര്യത്തിൽ അത് നിർത്തിവെച്ചു എന്നാണ് കാർവാർ എം.എൽ.എ. ഈ അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞത്. പ്രതികൂലമായ സാഹചര്യത്തിൽ നേവിയുടെ സ്ക്യൂബ ടീമിനടക്കം പുഴയിലിറങ്ങി പരിശോധന നടത്താനുള്ള സാഹചര്യമില്ല. നേവി മറ്റു സംഘങ്ങൾക്കും പരിശോധനയ്ക്ക് ഉള്ള ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും നാളെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്യും എന്നാണ് എം.എൽ.എ. സൂചിപ്പിച്ചത്. അത്യാധുനിക സംവിധാനത്തിലുള്ള ഉപകരണങ്ങൾ എത്തിക്കുന്നതോടുകൂടി നാളത്തെ തെരച്ചിൽ ഒരുപക്ഷെ കൂടുതൽ കാര്യക്ഷമമാക്കാനാവും എന്ന് എം.എൽ.എ. സൂചിപ്പിക്കുകയുണ്ടായി. പുഴയിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് ഇനി നടക്കേണ്ടത്. പുഴയിൽ ഇറങ്ങി മണ്ണ് നീക്കം ചെയ്യുക എന്നത് പ്രായോഗികമല്ല. കരയിൽ നിന്നുകൊണ്ട് പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ എത്തിക്കേണ്ടതുണ്ട്. ഇന്നലെ സൂചിപ്പിച്ചത് ഇന്ന് അത്തരം യന്ത്രസാമഗ്രികൾ ഇവിടെ എത്തിക്കും എന്നായിരുന്നു. മംഗളൂരുവിൽ നിന്നും അതോടൊപ്പം ഗോവയിൽ നിന്നും അത്തരം യന്ത്രസാമഗ്രികൾ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നാളെ മാത്രമേ അത് എത്തൂ എന്നാണ് ഇപ്പോൾ എം.എൽ.എ. സൂചിപ്പിച്ചിരിക്കുന്നത്. കരയിൽ നിന്ന് 60 അടി മാറി അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളാണ് എത്തിക്കുക. അത്തരം യന്ത്രങ്ങളുടെ സഹായത്തോടെ കൂടുതൽ കാര്യക്ഷമമായി ഈ പരിശോധന നാളെ ആരംഭിക്കും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കരസേനയും നാവികസേനയും നാളെയും വീണ്ടും പരിശോധന ആരംഭിക്കുന്നതാണ്. കൂടുതൽ ആഴത്തിൽ ലോഹ സാന്നിധ്യമുണ്ടോ, ഏതെങ്കിലും വാഹനം ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധിക്കാൻ കഴിയുന്ന മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിക്കും. അങ്ങനെ പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന ഭാഗത്തെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുകയും അവിടെ ഈ വാഹനത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് അത് പുറത്തെടുക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൂടുതൽ ദൂരത്തേക്ക് മണ്ണ് മാന്താൻ കഴിയുന്ന യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ഗോവയിൽ നിന്നും മംഗളൂരുവിൽ നിന്നും ഇന്നതെത്തിക്കും എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഈ സംവിധാനത്തിന് വേണ്ടി ഇവിടെ തെരച്ചിലിന് വേണ്ടി എത്തിച്ചിരുന്നില്ല. നാളെ രാവിലെ അത് എത്തിക്കും എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാലാവസ്ഥ അനുകൂലമല്ല, ശക്തമായ മഴയാണ്, അടിയൊഴുക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ നടക്കുന്ന തെരച്ചിൽ തുടരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത് ഇന്നത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുനരാരംഭിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏറ്റവും ശക്തമായി തന്നെ തെരച്ചിൽ തുടരും. അതിനാധുനികമായ സംവിധാനങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് എം.എൽ.എ. അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞത്. ഇന്ന് നേരത്തേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഓരോ സമയത്തും മാറി മാറി മഴ കുറച്ച് സമയത്തേക്ക് മാറുകയാണെങ്കിൽ വീണ്ടും അതിശക്തമായി മഴ പെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും പ്രദേശത്തുണ്ട്. കാലാവസ്ഥ വളരെ അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ പുഴയിലും വലിയ നീരൊഴുക്കുണ്ട്, അടിയൊഴുക്കുണ്ട്. ഇത് നാവികസേനക്കടക്കം തെരച്ചിലിന് പ്രയാസമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും നാളെ വീണ്ടും ആരംഭിക്കുകയും ചെയ്യും എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്.